ാണ് കോടതി പ്രഖ്യാപിക്കുന്നത്. സിദ്ദിഖിനെ എന്തായാലും ഇപ്പോൾ കാണാനില്ല. ഇത് അറസ്റ്റുകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്, വിക്കറ്റുകൾ വീഴുകയാണ് എന്നാണ് അഡ്വക്കേറ്റ് മിനിക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ന്യൂസ് വരുന്നുണ്ട് അഭിലാഷ്, സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഇതില് സിദ്ദിഖ് ഈ കുട്ടിയുടെ പരാതി വന്നതിന് ശേഷം സിദ്ദിഖിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നമ്മൾ നടത്തുന്ന പേഴ്സണൽ അന്വേഷണങ്ങളിൽ സിദ്ദിഖ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയനാവാൻ അർഹനായിട്ടുള്ള ഒരാളാണ് എന്ന നിലയിലാണ് പല ആളുകളിൽ നിന്നും, പല പെൺകുട്ടികളിൽ നിന്നും ഒക്കെയുള്ള ഒരു ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ആരോപണങ്ങൾ വരുന്നത്. കാരണം ഈ കുട്ടി തന്നെ നേരത്തെ ഈ വിഷയത്തിൽ പരാതി കൊടുത്തിരുന്നു. ഇതില് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആളുകൾ സിനിമാ മേഖലയിലേക്ക് വരുന്ന ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കൃത്യമായി വരുന്നുള്ള, അതില് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, ഈ ആരെങ്കിലുമല്ല, പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മള് ഈ പത്രസമ്മേളനങ്ങളിലൊക്കെ വന്നിരുന്ന് ഇവര് സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ, ഇപ്പൊ AMMയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് പുള്ളി പത്രസമ്മേളനം നടത്തിയത്. അപ്പോ ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവരെ പഴിചാരി, ഇത് തന്നെയായിരുന്നല്ലോ നടി ആക്രമിച്ച ആ കേസിൽ പ്രതിയായിരിക്കുന്ന ദിലീപിനെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ദിലീപ് വന്ന് നമ്മൾ എറണാകുളത്ത് വന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ, ഇങ്ങനെ ഒരാള്, ഇത്ര പരിശുദ്ധനായിട്ടുള്ള ഒരാള്, ഈ ഇവിടുത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സിനിമാ മേഖലയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന, പെങ്ങന്മാരെ പോലെ കാണുന്ന ഒരാളാണെന്ന് നമ്മൾ കരുതുന്നതാണല്ലോ. അപ്പൊ ആ മുഖം മൂടി വെച്ച് തന്നെയാണ് അവര് ആ പത്രസമ്മേളനങ്ങളും പത്രങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ക്രിറ്റിസിസം ഞാൻ എന്തായാലും മീഡിയയ്ക്ക് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് അർഹതയിൽ കൂടുതലുള്ള ഒരു സ്പേസ് നിങ്ങൾ എല്ലാവരും കൊടുത്തിരുന്നു എന്ന് പറയുന്നതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പലതും അറിയാം, പക്ഷെ എങ്കിലും നിങ്ങൾ ഇവർക്ക് അർഹതയിൽ കൂടുതലുള്ള അംഗീകാരം കൊടുക്കുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സിദ്ദിഖിനെതിരെ ഈ ആരോപണം വന്നതിന് ശേഷം പോലും ചെയ്തിരുന്നു. സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഇപ്പൊ ഈ അടുത്ത് ഈ കുട്ടി ഇത് പറയുകയും ചെയ്തതിന് ശേഷം DGPക്ക് സിദ്ദിഖ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യാണ്. സിദ്ദിഖ് പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇവര് തമ്മിൽ സംസാരിച്ചിരുന്നു, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യാണ്. പിന്നെ എന്തുകൊണ്ട് SIT ഇതിൽ അറസ്റ്റ് ചെയ്യാതിരുന്നു? ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സാധാരണ മനുഷ്യരാണെങ്കിൽ അവരെപ്പോഴേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേനെ. പക്ഷെ അപ്പൊ ഇവിടെ നേരത്തെ ഹരീഷ് ഉന്നയിച്ച ചില കാര്യങ്ങൾ ഒരു വിക്ടിമിനെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. കാരണം വിക്ടിം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ആളാണ്. പക്ഷെ ആ വിക്ടിമിന്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇപ്പൊ ഹാജരായ ഹരീഷ് വാസുദേവൻ പറയുകയാണ് SITയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന്. അപ്പൊ SITയുടെ വിശ്വാസ്യത, ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അന്വേഷിക്കുന്നവരാണ് SITക്കാർ. അപ്പൊ SITനെ പൊതുവെ വിശ്വാസത്തിലെടുത്തവരാണ് നമ്മള്. നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ള ഒരു ഇംപ്രഷൻ അവരുണ്ടാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും അവരിൽ നിന്നും വലിയ വീഴ്ചകൾ, അതിൽ പ്രത്യേകിച്ച് ഹരീഷ് പറഞ്ഞ പോലെ ലീക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, വാർത്തകൾ, വിവരങ്ങൾ ലീക്ക് ചെയ്ത് കൊടുത്ത് പ്രതികൾക്ക് ഗുണകരമാവുന്ന രീതിയിലാക്കുന്നുണ്ട് എന്നെങ്കിൽ, അത് SIT പറയാതെ ആർക്കും അറിയില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയായിട്ട് കാണാം. അവിടെയാണ് ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിനെതിരായിട്ട് വരിക. ഈ ഇരയെ, വിക്ടിമിനെ അപകീർത്തിപ്പെടുത്താനും വിക്ടിമിന്റെ ഐഡന്റിറ്റി കൊണ്ടുവരാനും. ഇപ്പൊ തന്നെ രാഹുൽ ഈശ്വരി ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, രാഹുൽ ഈശ്വരനെ എവിടെ നിന്ന് കിട്ടി അഭിലാഷ്? എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാനിപ്പോ കൊടുത്ത ആ വിക്ടിമ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? മാഡം, വിധിന്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വിധിന്യായത്തിൽ ആരോപിതയുടെ ആർഗ്യുമെന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മാഡത്തിന് വിധിന്യായം കിട്ടിയില്ല. രാഹുലെ വിധിന്യായത്തിലല്ല, ആ വിധിന്യായത്തിൽ ആൾക്ക് ബെയിൽ നിഷേധിക്കുകയാണല്ലോ ചെയ്തത്. ആരോപിത എഴുതിയ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. അവരുടെ വാദഗതിയിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും ഹരീഷ് വാസുദേവനും പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. പബ്ലിക്കായിട്ട് പറഞ്ഞത് വേറെ കാര്യമാണ്. നമ്മളിപ്പോ ഈ ഉത്തരവ് വെച്ച് തർക്കിച്ചാൽ തന്നെ ശ്രീ രാഹുൽ ഈശ്വർ 17ാമത്തെ പാരഗ്രാഫ് വായിക്കൂ. ഓൺ ദ എക്സാമിനേഷൻ ഓഫ് ദ അലിഗേഷൻസ് ഇൻ അനക്ഷർ 2
prima facie it indicates that the petitioner has committed the above offense. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വായിക്കുന്നില്ല, ഒഫൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ബാക്കി. ഇനി 18th പാരഗ്രാഫ്, ഇനി 18th പാരഗ്രാഫ്, the allegations in annexure 2 complaints are unquestionably serious and grave. Unquestionably serious and grave എന്നാണ് ഈ അലിഗേഷനെ കുറിച്ച് രാഹുൽ ഈശ്വർ ഇത് ഉടായിപ്പാണ് എന്ന് പറയുന്ന ഈ പരാതിയെ കുറിച്ച് കേരള ഹൈക്കോടതി unquestionably serious and grave എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല സർ, ഞാൻ ദയവായിട്ട് വായിക്കാം. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് മുമ്പൊരു വാദമുണ്ടായി, ഇത് 375ന്റെ പരിധിയിൽ വരില്ല, ഇത് റേപ്പ്. മാഡം, ഞാൻ കോടതിയുടെ വിധിന്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്. മാഡം, ഞാൻ എന്റെ ലാപ്ടോപ്പിൽ കോടതിയുടെ വിധിന്യായം എടുത്തു വെച്ചിട്ടാണ് വായിക്കുന്നത്. എനിക്ക് ഒരു വരി പറയാൻ അവസരം തരൂ. പറഞ്ഞു. കോടതിയുടെ വിധിന്യായം എടുത്തു വെച്ചാണ് ഞാൻ വായിക്കുന്നത്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ 375 റേപ്പ് അട്രാക്റ്റഡ് ആകുമോ എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടായിട്ടില്ല, മറ്റു ചില കാര്യങ്ങളാണ് ഉണ്ടായത്. എന്നാൽ പോലും ഈ അലിഗേഷൻ നമ്മുടെ പുതിയ നിയമപ്രകാരം ഇതിന്റെ പരിധിയിൽ വരുന്നുവെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ശ്രീ സിദ്ദിഖ് തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടൊന്നുമില്ല. കോടതി പറഞ്ഞത് കോടതിക്ക് സിദ്ദിഖ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. കേസിന്റെ മെറിറ്റ് അനുസരിച്ചല്ലല്ലോ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ആ ആരോപണം ഒരു അറസ്റ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ 18ാമത്തെ പാരഗ്രാഫ് ശ്രീ രാഹുൽ ഈശ്വർ, അലിഗേഷൻസ് ഇൻ annexure 2 complaints are unquestionably serious and grave എന്നാണ്. അത് ചോദ്യം ചെയ്യലിന് അപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണെന്നുള്ളതാണ് കോടതിയുടെ ഇക്കാര്യത്തിലെ നിലപാട്. അതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ആ കംപ്ലൈന്റ് ആണ്, അല്ലാതെ ഒരു ജാമ്യാപേക്ഷയിൽ കേസിന്റെ മെറിറ്റിൽ കയറി കോടതി വിധിക്കോ ഇല്ലല്ലോ. അത് പ്രാഥമികമായ വിവരമല്ലേ. ഒരു ജാമ്യാപേക്ഷയിൽ കോടതി ഇക്കാര്യത്തിൽ ഇതിന്റെ നെല്ലും പതിരും തിരിക്കില്ലല്ലോ. പക്ഷെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോപണങ്ങൾ ഗുരുതരമല്ലെന്ന് ആരും പറയുന്നില്ല. ഇനി കോടതി പറയുന്ന പ്രധാന ഒരു വസ്തുത കൂടെയുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ നടിയെ കണ്ടിട്ടേ ഇല്ലെന്നാണ് സിദ്ദിഖിന്റെ വാദഗതി. അത്തരം കാര്യങ്ങൾ കൊണ്ട് ശക്തമായ 2 വാദങ്ങൾ കൊണ്ട് പോലീസ് കൂടുതൽ ഇതിൽ ഇന്റഗ്രേഷൻ നടത്തണം. ഇതിലൊന്നും ആർക്കും എതിർത്തില്ല. അത് ശരിയല്ല. സിദ്ദിഖ് DGP കൊടുത്തിട്ടുള്ള പരാതി രാഹുൽ ഒന്ന് വായിക്കും. മാഡം, അങ്ങനെ അല്ല. കോടതിയിലെ അവരുടെ വാദങ്ങൾ ഞാൻ കേട്ടതാണ്. മാഡം, ദയവായി ശ്രദ്ധിക്കുക. മാഡത്തെ ആരോ തെറ്റിദ്ധരിച്ചതാണ്. തെറ്റിദ്ധരിക്കുന്ന ആളല്ല. ഞാൻ പറയട്ടെ, സിദ്ദിഖ് DGPക്ക് അയച്ചിരിക്കുന്ന പരാതി എന്റെ കയ്യിലുണ്ടത്. സിദ്ദിഖ് പരാതി മാഡത്തിന് എങ്ങനെ കിട്ടി? കേരള പോലീസിന് DGP അയച്ച പരാതി മാഡത്തിന് എങ്ങനെ കിട്ടി? DGPക്ക് അയച്ച പരാതി ഞങ്ങൾ രാഹുലിന് അറിയാലോ. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്ത ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം ഇടയിൽ ചെറിയ കുത്തനെന്തിന്. അതായത് ഞങ്ങൾ വിമൻസ് ലോയേഴ്സ് ഗ്രൂപ്പ് എല്ലാ ആളുകൾക്കും എന്ത് നിയമസഹായം കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മെയിൽ IDയിലേക്ക് സിദ്ദിഖ് DGPക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്ന പരാതി ഒരു പക്ഷെ ഈ കുട്ടിക്ക് കിട്ടിയതായിരിക്കും. അവർ ഞങ്ങളുടെ മെയിൽ IDയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അഭിലാഷ്, വളരെ സീരിയസ് ഒരു മെയിൽ IDയിലേക്ക് ചോർത്തി നൽകി എന്നുള്ളത് DGPക്കെതിരെയുള്ള സീരിയസ് ആയ കംപ്ലൈന്റ് ആണ്. അത് പോട്ടെ വിഷയം. പക്ഷേ അഭിലാഷ് ആലോചിക്കണം, ഇതിന്റെ ഗ്രാവിറ്റി ആലോചിക്കണം. പോലീസിൽ സിദ്ദിഖിനെതിരെ ഗൂഢാലോചന, അതായത് പോലീസ് DGPക്ക് സിദ്ദിഖ് കൊടുത്ത പരാതി മറ്റൊരു മെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തു എന്ന്. എത്ര സീരിയസ് ആയ അലിഗേഷൻ ആണ്. അല്ല, ഒരു സെക്കൻഡ് രാഹുൽ, എന്താണ് ആ സംഭവം എന്ന് അഡ്വക്കേറ്റ് മിനി വിശദീകരിക്കട്ടെ. കാരണം അവരുടെ ഓഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അഡ്വക്കേറ്റ് മിനി അത് എന്താണെന്ന് വിശദീകരിക്കും. പറയൂ. സമ്മതിക്കേണ്ട ആള്. പറയൂ. ഇനി രാഹുൽ ഇന്റർഫിയർ. അതായത് ഒരു പക്ഷേ ഞങ്ങളുടെ മെയിൽ IDയിലേക്ക് വന്നതാണത്. അതായത് ഈ കുട്ടിക്ക് ഈ പരാതിക്കാരി എന്ന നിലയിലും അയാൾ അയച്ച പരാതിയിൽ അക്യൂസ്ഡ് എന്ന നിലയിലും ഒരു പക്ഷെ ആൾക്ക് കിട്ടിയതായിരിക്കും. ഞങ്ങളുടെ നിയമോപദേശത്തിന് വന്നതാണ്. അപ്പൊ അതിൽ ആര് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണെങ്കിലും സിദ്ദിഖ് ഈ DGPക്ക് കൊടുത്ത പരാതിയില് ഞാൻ അന്ന് തന്നെ പറഞ്ഞു,
സിദ്ദിഖിന്റെ ഈ ഒരു പരാതിയാണെങ്കിൽ സിദ്ദിഖിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല. കാരണം അതിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സിദ്ദിഖ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു, ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, അച്ഛനമ്മയും ആണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതൊന്നും ഞാനിപ്പോ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെന്റ്. അപ്പോ അതിൽ സിദ്ദിഖ് അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സിദ്ദിഖ് ഇവിടെ കോടതിയിൽ വന്നപ്പോ വക്കീല് അത് തിരിച്ച് എന്തായാലും അഡ്മിറ്റ് ചെയ്യില്ലല്ലോ, വക്കീലിന് ബുദ്ധിയുള്ളത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സിദ്ദിഖിനെ സംബന്ധിച്ച് പിന്നെ നിങ്ങളൊക്കെ ചാനലിൽ കൊടുത്തു വാർത്ത, ഏത് സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്ന് റെക്കോർഡിങ്ങില് കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സിദ്ദിഖ് ഞാൻ ആ ഹോട്ടലിൽ പോയിട്ടില്ല എന്ന് നിഷേധിച്ചില്ല. അതിന്റെ അർത്ഥം ഇൻ പ്രസൻസ് ആ പ്രതി അവിടെ ഉണ്ടായിരുന്നാണ്. തീർച്ചയായും.